ജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പഠിതാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം അല്ലാഹു തആല ജിജ്ഞാസയും ഗ്രാഹ്യശക്തിയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഇഹപരം അല്ലാഹു തആല വിജയത്തിലാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമുക്ക് പ്രസംഗിക്കാൻ വേണ്ടി വന്യരായ ശൈഖുന KC റോഡ് ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, ഹാഫിളുകൾ, നാട്ടുകാർ, ഇതിൻ്റെ സഹായികൾ, സഹകാരികൾ, അൽഹംദുലില്ലാഹ് ഈ ദുർഗിബള്ള എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നേരത്തെ വള്ളവും കാടും തന്നെയായിരുന്നു. നമ്മളെ പരിസരത്തുള്ള നാടുകളല്ലേ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചു. ചെറിയ നിലക്ക് സ്ഥാപനം ഇങ്ങോട്ടേക്ക് മാറ്റി. അൽഹംദുലില്ലാഹ് അവരുടെ വലിയ ബറക്കത്ത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ KK ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ യുവ പണ്ഡിതന്മാരുടെ വലിയ പരിശ്രമം കൊണ്ട്, പരിശ്രമത്തിൻ്റെ മീതെ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ മർഹൂം അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരുടെ മകനും മരുമകനും ആ രണ്ട് വലിയ സാദാത്തുക്കൾ അതിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് ആശീർവദിച്ചപ്പോൾ വിപുലമായ സംവിധാനങ്ങൾ അല്ലാഹു ഇവിടെ ഉണ്ടാക്കി തന്നു. എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പിന്നെ വൈകുന്നേരം മദ്ഹർലി ബഹുമാനപ്പെട്ട തങ്ങളുടെ റൂസിൻ്റെ സ്വാഗത സംഘവും റമദാൻ 21-ൻ്റെ ദുആ മജ്ലിസിൻ്റെ സ്വാഗത സംഘമൊക്കെ രൂപീകരിക്കുന്ന പരിപാടിക്ക് അസംകുഞ്ഞ് വിളിച്ചതാണ്. പരിപാടിക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ വിളിച്ചതും വന്നതും. ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ അറിയില്ല. അസംകുഞ്ഞ് വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദുർഗിപ്പള്ളത്തും കൂടി പോകാനുണ്ട്. എന്ത് ദുർഗിപ്പള്ളത്തും ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനൊരു ഹൈഫദ് പുതിയ കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനമുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ അത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ വന്നു. ഞാൻ മകരിന് മുമ്പ് നിങ്ങളെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ എല്ലാം കണ്ടിട്ട് തായും ഇതെല്ലാം നോക്കി റാഹത്തായി. ഒരാൾ പുര ഉണ്ടാക്കിയാലോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലൊക്കെ എനിക്കത് കാണുന്നതിൽ വലിയ സന്തോഷമാണ്. അല്ലാഹു ആ നിലക്ക് ഈ പ്രവർത്തനത്തിന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്മാൻ സൈദി പറഞ്ഞല്ലോ, ലക്ഷങ്ങളും പതിനായിരങ്ങളും സഹായിച്ചു, സഹകരിച്ചു. അല്ലാഹു അവർക്കൊക്കെ നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ സ്വർഗലോകത്ത് അല്ലാഹു വീട് നൽകി
അവരാദരിക്കുമാറാകട്ടെ. സ്ഥാപനം ഉണ്ടാക്കിയത് കൊണ്ടായില്ല, ഈ സ്ഥാപനം ഹൈറായ നിലക്ക് നടന്നു പോകണം. ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ നേരത്തെ മദ്ഹറിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മാസത്തിൽ കഴിഞ്ഞ മാസം തന്നെ 19 ലക്ഷം ഉറുപ്പിക മാസത്തിൻ്റെ ചെലവ്. ജാമിയ സയ്യിദിയിൽ മാസത്തിൽ ശരീഅത്ത്, ദഅവ കോളേജ്, പിന്നെ ഹിഫ്ള്, സെൻട്രൽ ഓഫീസ് തുടങ്ങിയ സ്ഥാപനത്തിന് തന്നെ 40 ലക്ഷം ഉറുപ്പിക മാസത്തിൽ വേണം. ഓർഫനേജ് അതുപോലെ മറ്റെല്ലാം ബോർഡിംഗ് ഒക്കെ വേറെയാണ്. ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ ഭാരിച്ച നടത്തിപ്പിൻ്റെ ഭാരം, ചെലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ ഉമറാക്കളും നേതാക്കളും കൂടെ നിൽക്കണം. ഈ മുതഅല്ലിമീങ്ങൾക്ക്, ഈ ഹാഫിളീങ്ങൾക്ക് ഭക്ഷണത്തിന് അരിയുണ്ടോ ഇല്ലേ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ വീട്ടിൽ വലിയ കല്യാണം നടക്കുമ്പോൾ, വലിയ മൈലാഞ്ചി മംഗലം വിരുന്ന് നടക്കുമ്പോൾ ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളെ ബിരിയാണിൻ്റെയും നെയ്ച്ചോറിൻ്റെ കലത്തിൽ, പാത്രത്തിൽ ഈ കുട്ടികൾക്കുള്ള ബിരിയാണിയും നെയ്ച്ചോറും കൂടി ഈ പരിസരത്തുള്ള ആളുകൾ കരുതണം. അപ്പോഴാണ് നിങ്ങളെ മക്കളെപ്പോലെ നിങ്ങൾ നന്നായിട്ട് ഇതിൻ്റെ പരിസരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് മണക്കും. നേരത്തെ ഇവിടെ ഉസ്മാൻ സാദി പറഞ്ഞല്ലോ, 6 വയസ്സ് മുതൽ തന്നെ. അപ്പോൾ ചെറിയ കുട്ടികൾ 6ാം ക്ലാസ് മുതൽ തന്നെ ആ കുട്ടികൾക്ക് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിൻ്റെയും മണം വരികയും നിങ്ങൾ എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടികളെ മനസ്സ് ബേജാറായി പോവും. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. പിന്നെ ഈ മഞ്ഞക്ക് ഇരുന്നാൽ പിന്നെ നാളെ വീണ്ടും കഴിയാതെ ആകുമെന്നു. നേരത്തെ കേക്കൗസ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, കൈ ആഫിയത്ത് ഉണ്ടാന്ന്. നാളെ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരെണ്ണം പറയും, നിങ്ങൾ ഇതിന് പോയിട്ട് മഞ്ഞക്ക് ഇരുന്നിനെന്ന് പറയും. അപ്പോൾ കൊണ്ട് ഞാൻ നാസ കഴിച്ച് പോകാൻ വിചാരിച്ചാണ്. അപ്പോൾ ഉബയുസ്താദ് പ്രസംഗം നിർത്തുന്ന കണ്ടപ്പോൾ ഒന്ന് കയറി, അല്ലെങ്കിൽ നാളെ വേറെ ഫിത്തന നടക്കും, അയാൾക്കെന്തോ തോന്നിയിട്ട് അയാൾ പോയി അതിനെ കുത്തിക്കൊണ്ടിരിക്കും കുറച്ചാൾ. അപ്പോൾ ഈ തുഹമത്തിനും കുത്തലിന് അവസരം കൊടുക്കാതിരിക്കൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൻ്റെ പരിസരത്തുള്ളവരോടും ഉമറാക്കളോടും പറയുന്നത്, നിങ്ങൾ ഈ മക്കളെ നിങ്ങളെ ഇപ്പോൾ മദ്ഹറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ദൂരം, അതവിടെ ക്യാൻറ്റീൻ, ഇവിടെയും ക്യാൻറ്റീൻ ഉണ്ട്, എന്നാലും അവിടുന്ന് ഭക്ഷണം ആക്കി ഇങ്ങോട്ട് കൊണ്ടുവരുത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങളൊക്കെ, ഞാൻ എല്ലാ സ്ഥാപനത്തിലും അത് ഓർമ്മപ്പെടുത്താറുണ്ട്. നമ്മളെ സയ്യിദിയൻ്റെ ഒരു സ്ഥാപനം കുറ്റിക്കോലൊരു ഓഫ് ക്യാമ്പസ് തുടങ്ങിയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു 10-25 അഗതി കുട്ടികളും ഒരു 10-20 മുതഅല്ലിമീങ്ങളുണ്ട്. ഇവർക്ക് ഭക്ഷണം നിങ്ങളെല്ലാ കല്യാണത്തിൻ്റെ വീട്ടിൽ കരുതണം. ഒരു 10 കിലോ അരി ഏറെ കരുതിയാൽ മതി, അള്ളാഹു നിങ്ങൾക്ക് കുറക്കൂല. ഇപ്പോൾ അൽഹംദുലില്ലാ അവർ പറയുന്ന അധിക ഭക്ഷണവും കല്യാണ വീട്ടിൽ നിന്നിട്ടും മറ്റൊക്കെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടുന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്ന് ക്യാൻറ്റീൻ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇപ്പോൾ ക്യാൻറ്റീൻ സൗകര്യമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ പരിസരത്തുള്ള നിങ്ങളൊക്കെ ഈ മക്കളെയും കൂടി കരുതി നിങ്ങളെ, നമ്മളെ നാടൻ ഭാഷയിൽ, മഞ്ചേശ്വരത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ കഞ്ഞിൻ്റെ ചട്ടിയിൽ, നിങ്ങളെ കഞ്ഞിൻ്റെ ചട്ടി, ഞാനും മഞ്ചേശ്വരക്കാരനാണ്, ഞാൻ KC റോഡ് അല്ലെങ്കിൽ കർണാടകത്തില്ല, ഞാൻ കേരളം എടുത്ത ആളെന്നാണ്. നമ്മളെ കഞ്ഞിൻ്റെ ചട്ടിയിൽ ഇവരെ കഞ്ഞിയും കൂടി നിങ്ങൾ കരുതിയാൽ സുബ്ഹാനല്ലാഹ് വലിയൊരു ഭാരം ഈ സ്ഥാപനത്തിന് കുറഞ്ഞു കിട്ടും. ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുത്ത് അവർ നാളെ ഹാഫിളീങ്ങളായിട്ട് പിന്നെ ആലിമീങ്ങളാണ് ആകുന്നത്. ഹാഫിളായ ഒരു ഹാഫിളും ബേക്കറി പോയി നിൽക്കാൻ പാടില്ല. ഒറ്റ ഹാഫിളും പോയിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിൽക്കാനല്ല നിൽക്കേണ്ടത്. ഹാഫിളായാൽ അവൻ ആലിമാകണം. താജുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി ഓറ് പറഞ്ഞത്, ഹാഫിളാകുന്നവരൊക്കെ ആലിമീങ്ങളാകുന്നെങ്കിൽ മാത്രമേ ഹിഫ്ള് ഹാഫിളാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഹിഫ്ള് പഠിച്ച് അത് മുഴുവനും മറന്ന് നസീത്തു എന്ന് പറയാൻ ഖുർആൻ മറന്നാൽ പറയാൻ പാടില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹാഫിളീങ്ങളൊക്കെ വലിയ ആലിമീങ്ങളാകും.
വലിയ മദഹുറികളായിട്ട് പിന്നെയുള്ള സൈദികളും സഖാഫികളും ഹസനികളും എന്താണോ അള്ളാഹു അവർക്ക് വിരിച്ചത് ആ വലിയ ആലിമികളായി ഇവിടെ ദീന് പിന്നീട് നടത്തുന്നത്, ഈ മദഹറും സ്ഥാപനം നടത്തുന്നത് ഈ സ്ഥാപനത്തിന് ഇറങ്ങിയ മക്കളായിരിക്കും. അപ്പോഴൊക്കെ ഈ കഞ്ഞി കൊടുത്ത ഭക്ഷണം കൊടുത്ത നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകും. ചിലപ്പോൾ ആഖിറത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്നത് ഈ ചെറിയ മുതഅല്ലിമീങ്ങൾക്ക് കഞ്ഞി കൊടുത്തതിൻ്റെ ഫലമായിരിക്കും. നമ്മളെ മറ്റു ഇബാദത്തുകളെല്ലാം പല കാരണം കൊണ്ടും ബാത്തിലായി നിഷ്ഫലമായി പോകും. ഞാൻ സദഖ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ 100% അത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി എന്നാകാൻ എത്ര പണിയുണ്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞെങ്കിലല്ലേ നമ്മളെ പൈസൻ്റെ എണ്ണം പറഞ്ഞാലല്ലേ സന്തോഷമാകുന്നുള്ളൂ. നമ്മൾ ആ അവസ്ഥക്കെത്തി, എല്ലാവരും എത്തി, നിങ്ങളും നമ്മളൊക്കെ എത്തിപ്പോയി. ഒന്നും നമുക്ക് പടച്ചവനെ മാത്രം കരുതി ചെയ്യാൻ കഴിയുന്ന കാലം പറ്റപ്പോയി. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ അമലുകളും മുറിഞ്ഞു പോയാലും ഈ സാന്ത്വനം, ഈ റഹ്മത്ത്, ഈ കാരുണ്യ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ നിലക്ക് നിങ്ങളെല്ലാവരും ഈ മക്കളെ നിങ്ങൾ മനസ്സിൽ കരുതണമെന്ന് മാത്രം എൻ്റെ നാട്ടുകാരോട്, പരിസര നാട്ടുകാരോട് ഉണർത്തി അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീഖ് നൽകി തരട്ടെ. നമ്മളെ ഭക്ഷണവും കഞ്ഞിയും കുടിച്ചിട്ട് വലിയ ആലിമികൾ ഈ മദ്ഹറിൻ്റെ ക്യാമ്പസിൽ, ഈ ദുർഗിപ്പള്ളിയിൽ അള്ളാഹു വളർത്തി തരട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ബറാത്തിലും റമദാനിലൊക്കെ ദ്വാരക്കണമെന്ന് വസിയ്യത്ത് പറഞ്ഞു. റമദാനിൽ 21 മദ്ഹറിൽ നടക്കുന്ന ദുആ മജ്ലിസും റമദാൻ കഴിഞ്ഞ് നടക്കുന്ന പസൂട്ട് തങ്ങളുപ്പാപ്പയുടെ ഉറൂസും നമ്മളെല്ലാവരും വിജയിപ്പിക്കണമെന്നും കൂടി നിങ്ങളോട് ഉണർത്തി ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതേ വേദിയിൽ അതിവിപുലമായ ബുർദ മജ്ലിസ് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വന്യരായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, സ്ഥാപനത്തിൻ്റെ ജയ്യമായ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ ഉസ്താദ് അവറുകൾ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും